രുദ്രേട്ടൻ എന്നെ ഇട്ടിട്ടു പോകല്ലേ. തലേ ദിവസം വൈദേഹി പറഞ്ഞത് ഓർത്തുകൊണ്ട് അവൻ വരാന്തയിൽ കൂടി നടന്നു. എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ അവൾ ആകെ വിഷമിക്കും, കരഞ്ഞു നിലവിളിക്കും. ഇനി എന്തെങ്കിലും അവിവേകം കാണിക്കുമോ? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണ്. ഡോക്ടർ വ്യാസിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഹലോ ഡോക്ടർ. ആ രുദ്രൻ, പറയൂ. എവിടെ എത്തി ഇപ്പോൾ? ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. പോയില്ലേ? ഇല്ല, പോയില്ല. പോകണമെന്ന് നിർബന്ധമുണ്ടോ ഡോക്ടർ? അവളെ ഒറ്റയ്ക്കാക്കുവാൻ ഒരു ബുദ്ധിമുട്ട്. എന്താ പറ്റിയേ? ഇന്നലെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചതല്ലേ? അതല്ല ഡോക്ടർ, അവൾ എന്നെ കാണാതെ വരുമ്പോൾ ബഹളം വയ്ക്കുമോ എന്നൊരു പേടി. ഏയ്, ഇറ്റ്സ് ഓക്കെ മാൻ. അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. താൻ പേടിക്കാതെ പോയിട്ട് വാ. ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതി. അപ്പോഴേക്കും ആ കുട്ടിക്ക് കാര്യമായ മാറ്റങ്ങളൊക്കെ വന്നോളും. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രുദ്രൻ വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം അവന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഒപ്പം ഒരേ ഒരു പ്രാർത്ഥനയും, വൈദേഹിയെ കാത്തുരക്ഷിക്കണേ എന്ന്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നിൽ എന്തിനാണ് ഇങ്ങനെ നീറ്റൽ പടർത്തുന്നത്? അവൻ ഓർത്തു നോക്കി. അത്രമാത്രം അവൾ എന്തിനാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഊണിലും ഉറക്കത്തിലും എല്ലാം അവൾക്ക് താൻ മാത്രം മതി. ഇനി ഓർമ്മ തിരികെ കിട്ടുമ്പോൾ അവൾക്ക് തന്നോടുള്ള സ്നേഹമൊക്കെ മാറുമോ? രുദ്രന്റെ നെറ്റി ചുളിഞ്ഞു. കൃത്യം 6 മണിക്ക് വൈദേഹി ഉണർന്നു. കണ്ണ് തിരുമ്മി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉണ്ട് ലയ സിസ്റ്റർ ഇരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അവൾ എഴുന്നേറ്റ് ബെഡിലിരുന്നു. ആ, മിടുക്കി കുട്ടി ഉണർന്നുവല്ലോ. ഗുഡ് മോർണിംഗ്. ലയ അവളുടെ അടുത്തേക്ക് വന്നു. പേസ്റ്റും ബ്രഷും എടുത്ത് കയ്യിൽ കൊടുത്തു. പല്ലൊക്കെ തേച്ച് വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുത്തു തരാം. ലയ പറഞ്ഞതും വൈദേഹി ചുറ്റിനും നോക്കുകയാണ്. രുദ്രേട്ടൻ എവിടെ? ഡോക്ടർ വ്യാസ് വിളിച്ചിട്ട് പോയതാ. മോള് പോയി ബ്രഷ് ചെയ്യ്. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വന്നു. ലയ എടുത്തു വെച്ച കാപ്പി അവൾ മേടിച്ചു കുടിച്ചു. എന്നിട്ടും അത് കുടിച്ചുകൊണ്ട് ഇടയ്ക്കെല്ലാം എഴുന്നേറ്റ് വാതുക്കൽ വരെ പോയി നോക്കുന്നുണ്ട്. രുദ്രേട്ടൻ ഇപ്പോൾ എത്തുമോ സിസ്റ്റർ? അറിയില്ല. ഡോക്ടർ സംസാരിച്ച ശേഷം വിടും. വൈദേഹി ഇവിടെ വന്ന് ഇരിക്ക്. ഞാനൊരു കാര്യം പറയാം. സിസ്റ്റർ ലയ വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് ലയ വെച്ചിട്ടുണ്ട്. വൈദേഹിയുടെ മുടിയെല്ലാം അഴിച്ചു അവൾ ചീർപ്പെടുത്ത് ചീകി. എന്നിട്ട് കുറേശ്ശെ എണ്ണയെടുത്ത് ആദ്യം അവളുടെ നെറുകയിലായിരുന്നു തേച്ചു പിടിപ്പിച്ചത്. ശേഷം മുടിയിഴകളിലൂടെ ഒക്കെ നന്നായി മസാജ് ചെയ്തു കൊടുത്തു. ആ സിസ്റ്റർ, ഒരു മിനിറ്റ്. ഏട്ടൻ്റെ ശബ്ദം പോലെ. പെട്ടെന്നവൾ ചാടി എഴുന്നേറ്റു. അത് ഏട്ടനല്ലടാ, അത് ഇവിടുത്തെ രാമേട്ടനാണ്. ലയ പറഞ്ഞതും അവളുടെ മുഖം വാടി. അരമണിക്കൂർ നേരം ലയ അവൾക്ക് മസാജ് ചെയ്തു കൊടുത്തു. ശേഷം അവളെ കുളിക്കുവാനായി കൊണ്ടുപോയി. എനിക്ക് ഈ സോപ്പിന്റെ മണം അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുവാ. ആണോ? എന്നാലേ വൈദേഹിക്ക് വേറെ ഒരു സോപ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം. വൈകിട്ടാവട്ടെ. ലയ പറഞ്ഞതും അവൾ തലകുലുക്കി. രുദ്രേട്ടൻ എപ്പോ വരും? ഒരു 100 ആവർത്തിയെങ്കിലും അവൾ ലയയോട് ചോദിച്ചു. പെട്ടെന്ന് വരും. ഇല്ലെങ്കിലേ കുളിച്ചു കഴിഞ്ഞ് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. എന്നാൽ പെട്ടെന്ന് എന്നെ കുളിപ്പിക്കുമോ? ആ, കുളിപ്പിക്കാം. വൈദേഹി നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ. ആ. അവൾ കൊച്ചുകുട്ടികളെപ്പോലെ തലകുലുക്കി കാണിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ഒരു വേഷമായിരുന്നു അവളെ ലയ ഇടിയിപ്പിച്ചു കൊടുത്തത്. ഇളം നീല നിറമുള്ള ഒരു ഗൗൺ. ഡോക്ടർ വ്യാസിന്റെ അടുത്തേക്ക് ലയയോടൊപ്പം അവൾ വേഗത്തിൽ നടന്നു. രുദ്രനെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. ഡോക്ടറുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയതും അവൾ 4 പാട് നോക്കി. ആഹാ, ഇതാര്? വൈദേഹിയോ? കുളിച്ച് നല്ല സുന്ദരിക്കുട്ടി ആയല്ലോ. വരൂ വരൂ വൈദേഹി, ഇവിടെ വന്നിരുന്നേ. അയാൾ തന്റെ അരികിൽ കിടന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. രുദ്രേട്ടൻ എവിടെ? ഒന്ന് വിളിക്കുമോ ഡോക്ടർ? വിളിക്കാലോ. രുദ്രേട്ടനെ വിളിക്കാം കേട്ടോ. ആദ്യം വൈദേഹി ഇവിടെ വന്ന് ഒന്നിരിക്ക്. ഡോക്ടർ വ്യാസ് അവളോട് പറഞ്ഞു. 4 പാടും വീണ്ടും അവനെ തിരിഞ്ഞുകൊണ്ട് വൈദേഹി ഡോക്ടർ പറഞ്ഞ കസേരയിൽ വന്നിരുന്നു. വൈദേഹിക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ നിൽക്കുന്ന ലയ സിസ്റ്റർ പാവമാണോ വൈദേഹി? പാവമാ. ഡോക്ടർ വ്യാസ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ പോലും വൈദേഹിയുടെ മനസ്സ് ആകെ പതറിയിരിക്കുകയാണ്. അത് രുദ്രനെ കാണാഞ്ഞിട്ടാണ് എന്നുള്ളത് ഡോക്ടർക്കും ലയയ്ക്കും മനസ്സിലായി. രുദ്രൻ കുറച്ച് കഴിയുമ്പോഴേക്കും വരും കേട്ടോ. അയാൾക്ക് അത്യാവശ്യമായിട്ട് ആരെയോ കാണണമെന്ന് പറഞ്ഞു പോയതാണ്. ഡോക്ടർ പറയുന്നത് കേട്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലേ? എനിക്കറിയാമായിരുന്നു രുദ്രേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുമെന്ന്. അല്ലെങ്കിലും രുദ്രേട്ടന് എന്നെ ഇഷ്ടമല്ല, എന്നോട് വെറുപ്പാണ്. അവൾ തനിയെ ഇരുന്ന് പിറുപിറുത്തു. അതെന്താ വൈദേഹിയെ രുദ്രേട്ടന് ഇഷ്ടമല്ലാത്തത്?
അറിയില്ല. വൈദേഹിയെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? വൈദേഹി നല്ല കുട്ടിയല്ലേ? ഈ നിൽക്കുന്ന സിസ്റ്റർ ലയയ്ക്കും എനിക്കുമൊക്കെ വൈദേഹിയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും എന്നെ ഇഷ്ടമാ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശിവചേച്ചിക്കും മഹിയങ്കിളിനും ഗൗരി ആൻറ്റിക്കും ഒക്കെ. പക്ഷേ രുദ്രേട്ടന് മാത്രം എന്നെ ഇഷ്ടമല്ല. ഏട്ടൻ്റെ മുന്നിൽ പോലും വന്നേക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ കാണുമ്പോഴൊക്കെ വഴക്കു പറയും. അയ്യോ, അതെന്താ? അറിയില്ല. രുദ്രേട്ടന് വൈദേഹിയെ ഇഷ്ടമാണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, ഇഷ്ടമല്ല. അതൊക്കെ വൈദേഹിയുടെ തോന്നലാണ്. ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇവിടേക്ക് വൈദേഹിയുടെ അസുഖമൊക്കെ പോകുവാനായി രുദ്രേട്ടൻ കൂട്ടിക്കൊണ്ടു വന്നത്. രുദ്രേട്ടൻ എന്നെ തനിച്ചാക്കി പോയില്ലേ? എന്നെ ഇവിടെ തനിച്ചാക്കി പോയില്ലേ? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കരയാതെന്നേ. രുദ്രേട്ടനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാം. ഇല്ല, വരില്ല. എനിക്കറിയാം, വരില്ലെന്ന് എനിക്കറിയാം. എന്നോട് ഇഷ്ടമല്ല, എന്നോട് വെറുപ്പാ. വൈദേഹി പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഡോക്ടർ അയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. അവൾ വയലന്റ് ആകും എന്നാണ് ഡോക്ടർ കരുതിയത്. പക്ഷേ സത്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. എന്നാൽ ആ ദിവസം മുഴുവൻ അവൾ പച്ചവെള്ളം പോലും കുടിക്കാൻ തയ്യാറായില്ല. സിസ്റ്ററും ഡോക്ടറുമൊക്കെ മാറി മാറി അവളോട് പറഞ്ഞു എന്തെങ്കിലും കഴിക്കുവാൻ. പക്ഷേ വൈദേഹി ഒരേ ഇരിപ്പിരുന്നു. ഇടയ്ക്ക് 4-5 തവണ രുദ്രൻ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷേ ഫുഡ് കഴിക്കുവാൻ കൂട്ടാക്കുന്നില്ലെന്നും ഡോക്ടർ അറിയിച്ചു. ഒടുവിൽ രാത്രിയായപ്പോഴേക്കും രുദ്രൻ്റെ ഫോണിലേക്ക് ഡോക്ടർ വീഡിയോ കോൾ ചെയ്തു വൈദേഹിയെ കാണിച്ചു കൊടുത്തു. ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൾ ആകെ ക്ഷീണിച്ച് അവശയായിരുന്നു. ഡോക്ടർ പറഞ്ഞത് പ്രകാരമായിരുന്നു രുദ്രൻ അവളോട് സംസാരിച്ചത്. വൈദേഹി, അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിൽ വരെ എത്തണമായിരുന്നു. നാളെ കാലത്തെ തന്നെ ഞാൻ അവിടെ ഉണ്ടാകും. വൈദേഹി ഫുഡ് കഴിച്ചിട്ട് മിടുക്കി കുട്ടിയായി കിടക്കണേ. ഫോണിലൂടെ അവനെ കണ്ടതും അവൾ വാവിട്ട് നിലവിളിച്ചു. രുദ്രേട്ടൻ ഇങ്ങോട്ട് വരണം, എങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ. ഞാൻ വരാന്നേ. പക്ഷേ വൈദേഹി ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ. അവൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ വൈദേഹി 2-3 സ്പൂൺ കഞ്ഞി കുടിച്ചു. കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ അവൾ തുടച്ചു മാറ്റിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ രുദ്രന് വല്ലാത്ത വിഷമം തോന്നി. കുറച്ചു സമയം കൂടി അവളോട് വീഡിയോ കോളിൽ സംസാരിച്ച ശേഷം അവൻ ഫോൺ വെച്ചു. സിസ്റ്റർ ലയ ആയിരുന്നു അന്ന് വൈദേഹിയോടൊപ്പം മുറിയിൽ കിടന്നത്. രുദ്രനെ കാണണമെന്ന് പറഞ്ഞ് രാത്രിയിലൊക്കെ വൈദേഹി ബഹളം വെച്ചു. കാലത്തെ എഴുന്നേൽക്കുമ്പോൾ രുദ്രൻ ഇവിടെ ഉണ്ടാവും എന്നായിരുന്നു ലയ മറുപടി പറഞ്ഞത്. രുദ്രൻ ആ സമയത്ത് ഡോക്ടർ വ്യാസ് അയച്ചു കൊടുത്ത ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവന് തൻ്റെ ഹൃദയം നൊന്തു. താൻ കാലത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയേക്കാം എന്ന് രുദ്രൻ ഡോക്ടറിനെ അറിയിച്ചുവെങ്കിലും അയാൾ അത് നിരസിച്ചു. തൽക്കാലം അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് അവളോട് സംസാരിച്ചാൽ മതി എന്നുമായിരുന്നു അയാൾ അറിയിച്ചത്. ട്രീറ്റ്മെൻറ്റ് ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ രുദ്രൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു ഡോക്ടർ അവന് നിർദ്ദേശിച്ചത്. ഓക്കെ ഡോക്ടർ, സമ്മതിച്ചു. പക്ഷേ എനിക്കിനി എന്നാണ് നേരിട്ട് അവളെ ഒന്ന് കാണാൻ സാധിക്കുന്നത്? 2 ആഴ്ചയ്ക്ക് ശേഷം രുദ്രൻ ഇവിടേക്ക് വന്നാൽ മതി. ഡോക്ടർ ആദ്യം പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് വന്നോളാനല്ലേ? ആയിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അത്ര കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ചികിത്സ നടക്കണമെങ്കിൽ താങ്കൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവളെ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം ഞങ്ങൾക്ക്. ഡോക്ടർ ഓരോ കാര്യങ്ങൾ അവനോട് പറഞ്ഞതും വല്ലാത്ത സങ്കടത്തോടെ രുദ്രൻ ബെഡിലേക്ക് അമർന്നിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് തൊട്ടരികത്തായി അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ ഇരുവരും അവനെ ഒരുപാട് സമാധാനിപ്പിച്ചു. പക്ഷേ അപ്പോഴും അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത് തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതേ രുദ്രേട്ട എന്നുള്ള വൈദേഹിയുടെ പറച്ചിലായിരുന്നു. പെട്ടെന്നായിരുന്നു അവൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് വന്നത്. നോക്കിയപ്പോൾ ഡോക്ടർ വ്യാസ് അയച്ചുകൊടുത്ത ഒരു ഓഡിയോ ആയിരുന്നു. അവൻ പെട്ടെന്ന് അത് പ്ലേ ചെയ്തു. വൈദേഹി കുറച്ചു മുന്നേ ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതിൽ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുന്ന വൈദേഹിയുടെ ശബ്ദം അവൻ ഫോണിലൂടെ കേട്ടു. ഡോക്ടറോടുള്ള അവളുടെ തുറന്നു പറച്ചിൽ കേട്ടതും അവൻ്റെ ദേഹം തരിച്ചു കയറി. എൻ്റെ ഈശ്വരാ, പാവം, അവളുടെ മനസ്സിൽ ഞാൻ അത്രയ്ക്ക് വേദന പടർത്തിയോ? അവന് സ്വയം കുറ്റബോധം തോന്നി. അവൻ്റെ നെഞ്ചു വല്ലാതെ നീറിപ്പിടഞ്ഞു. ശരിയാ അവൾ പറഞ്ഞത്. എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു, തനിക്കൊഴികെ. ആ പാവത്തിന് അത്രമാത്രം വെറുക്കാൻ അവൾ എന്ത് ദ്രോഹമാണ് തന്നോട് കാണിച്ചത്? അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. അവളുടെ ഹൃദയം പൊട്ടിയുള്ള തുറന്നു പറച്ചിലിൽ താൻ അവിടെ ഒറ്റയ്ക്കാക്കി പോന്നു എന്നുള്ള വിഷമം അവളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് വൈദേഹിയെ കാണണം.
അത് ഏത് ഡോക്ടർ പറഞ്ഞാലും ശരി, താൻ അവിടെ ചെന്നിരിക്കും. അവൻ പെട്ടെന്ന് വണ്ടിയുടെ ചാവിയും എടുത്ത് റൂം തുറന്നിറങ്ങി. നേരം അപ്പോൾ 12 കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയത് വൈകുന്നേരം 6 മണി ആയപ്പോഴാണ്. അച്ഛൻ്റെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങി. വിളിച്ചുണർത്തി താൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം അവരോട് പറയണമെന്നാണ് രുദ്രൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് അവൻ അത് മാറ്റി. ഇനി അവരെ വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ട. കാലത്തെ അച്ഛനും അമ്മയും ഉണരുമ്പോഴേക്കും ഫോണിൽ വിളിച്ചു പറയാം, അവൻ കണക്കുകൂട്ടി. ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. വാച്ച്മാൻ ഇരിപ്പുണ്ട്. അയാളോട് അത്യാവശ്യമായി ഒരു യാത്ര പോവുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയെടുത്തു. വിജനമായ വഴിയിലൂടെ വേഗത്തിൽ വണ്ടി ഓടിച്ച് അവൻ പോയി. ശരിക്കും ക്ഷീണിതനായിരുന്നു. ഒപ്പം തന്നെ വൈദേഹിയുടെ അവസ്ഥ എല്ലാം അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നു. എന്നാലും അവളെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം അവൻ്റെ മനസ്സിൽ കയറിക്കൂടി. നാളെ കാലത്തെ അവൾ ഉണരുമ്പോൾ താൻ അവിടെ ഉണ്ടാകണം. അത് അവന് നിർബന്ധമായിരുന്നു. ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ ശകലം പോലും മനസ്സില്ലായിരുന്നു. എന്നാലും ശരി. പാവം, അവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഓർത്തപ്പോൾ പിന്നെ മനസ്സില്ലാ മനസ്സോടെ പോന്നു. എന്നാൽ ഇനി അത് ശരിയാവില്ല. അഥവാ ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിൽ താൻ വൈദേഹിയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോരും, അവൻ ഉറപ്പിച്ചു. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകുമ്പോഴും അവൻ വൈദേഹിയുടെ അടുത്ത് എത്തണം എന്ന ഒരേ ഒരു ചിന്തയോടെ വണ്ടി ഓടിച്ചു പോയി. കാലത്തെ 6 മണി കഴിഞ്ഞപ്പോൾ സഞ്ജീവനിയുടെ മുന്നിൽ രുദ്രൻ കാറ് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഒരു കുപ്പി വെള്ളമെടുത്ത് മുഖമൊക്കെ കഴുകി ഫ്രഷായി. ശേഷം നേരെ അവൻ വൈദേഹിയുടെ വാർഡിലേക്ക് നടന്നു. അവിടെ അപ്പോൾ ലോക്കായിരുന്നു. രോഗികൾ ആരെങ്കിലും ഇറങ്ങി ഓടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഗ്രില്ലിട്ട് പൂട്ടിയിട്ടിരിക്കുവാണ്. അവൻ അവിടെ പിടിച്ചു കുലുക്കി ശബ്ദമുണ്ടാക്കി. അപ്പോഴേക്കും ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു. ആരാ? എൻ്റെ പേര് രുദ്രദേവ്. നിങ്ങൾക്ക് എന്ത് വേണം? ഞാനിവിടെ കിടക്കുന്ന വൈദേഹി എന്ന പേഷ്യൻറ്റിനെ കാണുവാനായി വന്നതാണ്. ഇതൊന്ന് വന്ന് തുറന്നു തന്നേ നിങ്ങൾ. ഞാൻ ഇന്നലെ ഇവിടെ നിന്നും പോയതായിരുന്നു. അതങ്ങനെ തുറക്കാൻ പറ്റില്ല. അഥവാ ഇവിടേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ ഒന്നുകിൽ സിസ്റ്റർ ലയയുടെ പെർമിഷൻ വേണം, അതല്ലെങ്കിൽ ഡോക്ടറെ കാണണം. എങ്കിൽ ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം വിളിക്ക്. അവൻ്റെ ശബ്ദം കനത്തു. ഇവിടെ നിൽക്കുക കേട്ടോ. സിസ്റ്റർ ലയയെ വിളിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരാം. ആ സിസ്റ്റർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിച്ചുപോയി. അക്ഷമയോടുകൂടി രുദ്രൻ കാത്തു നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും കണ്ടു ലയ സിസ്റ്റർ നടന്നു വരുന്നത്. സാർ എന്താ ഇവിടെ? അവനെ കണ്ടതും ലയ ചോദിച്ചു. വൈദേഹിയെ കാണുവാനായി വന്നതാണ് ഞാൻ. ഡോക്ടറോട് പറഞ്ഞിരുന്നോ? അതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ലെന്ന് തോന്നി. എനിക്ക് എൻ്റെ ഭാര്യയെ കാണുന്നതിന് എന്തിനാ ഡോക്ടറുടെ പെർമിഷൻ? രുദ്രൻ അല്പം മുഷിഞ്ഞാണ് സംസാരിച്ചത്. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല സാർ. ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ ആരെയൊക്കെയാണ് നിർത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഡോക്ടറുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയല്ലല്ലോ ആദ്യം വന്നപ്പോൾ പറഞ്ഞത്. പേഷ്യൻറ്റിൻ്റെ കൂടെ ഹസ്ബൻഡ് നിൽക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണല്ലോ. പിന്നെന്താ പെട്ടെന്നൊരു തിരുത്തൽ? രുദ്രൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഞാൻ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാം. സാറ് ഡോക്ടറുമായിട്ട് സംസാരിക്ക് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് തുറന്നു താ. എനിക്ക് വൈദേഹിയെ കണ്ടേ തീരൂ. അതിനുശേഷം മതി ഡോക്ടറോടുള്ള സംസാരമൊക്കെ, അവൻ ശബ്ദമുയർത്തി. അപ്പോഴേക്കും മറ്റുള്ള റൂമുകളിലെ പേഷ്യൻറ്റിൻ്റെ കൂടെ കഴിയുന്ന ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു തുടങ്ങി.